ഹലോ മക്കളെ, വെൽക്കം. ഇറ്റ്സ് മീ ദിൽന ആണ്, നിങ്ങളുടെ സ്വന്തം ദിൽനാമിസ് ആണ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ നിങ്ങൾ ഇതാ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികൾ, +1ലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവർക്കും കുറച്ച് മടിയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം, കുറച്ച് കൂടുതലായിരിക്കാം. ഏപ്രിൽ മെയ് മാസം നിങ്ങൾ നല്ല അടിപൊളിയാക്കിയെന്ന് വിചാരിക്കുന്നു. 8, 9, 10 മക്കൾ ഓൾറെഡി ട്യൂഷനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പം അതിൻ്റെതായ ചെറിയ വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ, വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ. സോ കുറച്ച് മടിയൊക്കെ നമ്മൾ മാറ്റി വെക്കാം അല്ലേ. അപ്പം നാളെ എൻ്റെ മക്കള് സ്കൂളിലേക്ക് പോവാണ്. അപ്പം LKG തൊട്ട് +2 വരെയുള്ള കുട്ടികളൊക്കെ എവിടേക്ക് പോവാണ്? സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ. ഈ 10 മക്കൾ ഒഴികെ ബാക്കി എല്ലാവരും, 10 പാസ്സായ മക്കൾ ഒഴികെ ബാക്കി എല്ലാവരും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ആദ്യം എന്താന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എൻ്റെ മക്കൾ എപ്പോഴാണ് എണീറ്റത്? അപ്പം ആ ഒരു സമയക്രമം, നിങ്ങൾ എണീക്കുന്ന സമയക്രമം എന്ത് ചെയ്യണം? നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നാളെ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. അയ്യോ അമ്മേ ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്ക് വേണ്ടിയിട്ട്, എല്ലാം നമുക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. സോ നാളെ രാവിലെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഒരു 6 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. അപ്പം നിങ്ങളുടെ എണീക്കുന്ന ക്രമവും അതുപോലെ തന്നെ ഉറങ്ങുന്ന ക്രമവും ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് റെഡിയാക്കുക. ഒരാഴ്ച ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ സെറ്റ് ആയിക്കോളൂ. അപ്പം അത് ആദ്യം ചെയ്യണേ. പിന്നെ പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിശ്ചയിക്കണം. ഇപ്പം നിങ്ങൾ പുതിയ അക്കാഡമിക് ഇയറിലേക്കല്ലേ പോകുന്നത്. അപ്പം എൻ്റെ മക്കൾ മനസ്സിൽ വിചാരിക്കണം, ഞാൻ ഇന്നതൊക്കെ ചെയ്യും. എനിക്ക് കഴിഞ്ഞ കൊല്ലം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ കൊല്ലം കുറേ കാര്യങ്ങൾ ചെയ്യും. അതെന്തൊക്കെയാണെന്ന് എൻ്റെ മക്കൾക്കേ അറിയുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പാളിച്ചകൾ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ. 30% മാർക്ക് വേണം എന്നുള്ള കാര്യം എൻ്റെ മക്കൾക്ക് അറിയാലോ, 5ാം ക്ലാസ് തൊട്ട്. സോ ആ കാര്യം നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. എനിക്ക് ഇത്തവണ നല്ല മാർക്ക് വേണം, കഴിഞ്ഞ തവണത്തെ പോലെ ഞാൻ ആവില്ല, അതുകൊണ്ട് കുറച്ച് ലക്ഷ്യങ്ങൾ, ഒരു നോട്ട്ബുക്ക് വാങ്ങി വെക്കുക. ആ നോട്ടിൽ എന്ത് ചെയ്യുക? കുറച്ച് ആ ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഇത് ചെറിയ മക്കളൊക്കെയാണ്, നമ്മുടെ പാരൻസിനും കൂടി ഈ ഒരു വീഡിയോ കാണാം. മക്കൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പം നിങ്ങളുടെ പാത്രം കഴുകി വെക്കുക, അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനി 8 തൊട്ടുള്ള മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങളും ചെയ്യാം അല്ലേ. അപ്പം ആ കാര്യങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്യണം? അവനവൻ്റെ കാര്യങ്ങൾ അല്ലേ, ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബുക്കുകളൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. ബുക്കുകളൊക്കെ എന്ത് ചെയ്യണം? കറക്റ്റ് പൊതിഞ്ഞ് നല്ല വൃത്തിയിൽ പൊതിയുക. എന്നാലേ എന്തുണ്ടാവുള്ളൂ? ഈ ഒരു വർഷം കഴിയുമ്പോഴേക്ക് ആ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പഠിക്കുമ്പോൾ ഇനി എന്തെങ്കിലും ആയാലൊന്നും കുഴപ്പമില്ല, എങ്കിലും നല്ല വൃത്തിയിൽ എല്ലാ ബുക്കുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് അടക്കം എന്ത് ചെയ്യുക? എടുത്തു വെക്കുക. ഇനി ടീച്ചേഴ്സ് ഇങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ വരുത്തരുത്. എന്താണ്? ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്തിട്ടില്ലേ, അല്ലെങ്കിൽ പെന്നും പെൻസിലും ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ, അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം അല്ലേ. ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സും എല്ലാ സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്തു വെക്കുക. ഇപ്പം തന്നെ എടുത്തു വെച്ചോളാം. ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മാത്സ്, ഫിസിക്സ്, ഏതെങ്കിലും സബ്ജക്റ്റൊക്കെ നിങ്ങൾക്കിപ്പോൾ ടഫ് ഉള്ളതുണ്ടാവും അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യണം? അത് ഇക്കൊല്ലം ഞാൻ നന്നായിട്ട് പഠിക്കും. അത് എടുക്കാൻ പോകുന്ന ടീച്ചറേയും കൂടി എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് സ്നേഹിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യം അത് റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, ആ വിഷമങ്ങളൊക്കെ മറക്കുക. നല്ല പുതിയൊരു കൊല്ലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നല്ല കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള പോസിറ്റീവ് ചിന്തയോടെ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ എൻ്റെ മക്കളെ എന്ത് ചെയ്യണം? വായനാശീലം വളർത്തണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കും പോലെ തന്നെ ഒരു പത്രമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥാപുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ കഥകളോ കവിതകളോ ഒക്കെ വായിക്കുക. അപ്പം നിങ്ങളുടെ വായനാശീലം എന്താവും? നന്നാവും. ഇപ്പോൾ വായിക്കാൻ, ഇപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇതൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളുണ്ടാവും. അപ്പം ഡെയിലി ന്യൂസ് പേപ്പർ ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ന്യൂസ് പേപ്പർ രാവിലെ പോയിട്ട് ന്യൂസ് പേപ്പർ വായിക്കുക. അതുപോലെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പുറമെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ അത് നല്ലൊരു കാര്യമാണ്. അപ്പം അതും കൂടെ ചെയ്യാം കേട്ടോ. കൂടാതെ എൻ്റെ മക്കൾ സ്ക്രീൻ ടൈം ഒഴിവാക്കണം. അപ്പം എല്ലാവരും ഫോണിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഫോണിൽ കളിക്കുന്ന ഈ ഗെയിം കളിക്കുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കുക. നമ്മളൊരു +2 കഴിയുന്നവരെങ്കിലും ഫോണിൻ്റെ ഉപയോഗം നിങ്ങൾ മാക്സിമം കുറയ്ക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ലാണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അത് തെറ്റാണെന്നല്ല, നിങ്ങളെ പഠിത്തത്തിനെ അത് ബാധിക്കും.
വളരെയധികം ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, വായനാശീലം വളർത്തണം, സ്ക്രീൻ ടൈം ഒഴിവാക്കണം. ഇത് കൂടാണ്ട് ഒരു ടൈം ടേബിൾ സെറ്റാക്കണം. സെറ്റല്ലേ? ഒരു ടൈം ടേബിൾ. എൻ്റെ മക്കൾ ഇക്കൊല്ലം ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി സ്കൂളിൽ നിന്ന് ഒരു ടൈം ടേബിൾ തരും. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന ദിവസം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഞാൻ പഠിക്കും. ചില ആൾക്കാർ നൈറ്റൊക്കെ കുറേ നേരം ഇരുന്ന് പഠിക്കുന്ന മക്കളുണ്ടോ? അപ്പോൾ 10ലും +1 ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ കുറച്ചധികം നേരം ഇരുന്ന് പഠിക്കണം. കാരണം അത്യാവശ്യം അധികം പഠിക്കാനുണ്ട്. സോ കുറച്ചധികം പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈം. ഇപ്പം നിങ്ങൾ രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കുന്ന മക്കളാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി രാവിലെ നേരത്തെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് പഠിക്കുന്ന മക്കളാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറ്റുക. ഇനി ഇതൊന്നും ഇല്ലാണ്ട് പോവരുത്, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ബുദ്ധിമുട്ട് വരും. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾക്ക് ഏത് സമയം ബെസ്റ്റ്, രാവിലെയാണോ രാത്രിയാണോ എന്നുള്ളത്. അപ്പോൾ ഒരു 8 എന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. 8 മണിക്കൂർ ഉറങ്ങുകയും വേണം. ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുകയും വേണം എൻ്റെ മക്കള്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാൻ കുറച്ചൊരു മടി ഉണ്ടാവും. പക്ഷേ നമ്മളെ മടീനെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഈ മടി എന്ന് പറയുന്ന ആളെന്താ, ഭയങ്കര ദുഷ്ടനാണ് അല്ലേ? അയാളെ വിചാരിച്ച് നമ്മളെ തകർക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ തകർത്ത് നമ്മളെ രക്ഷിച്ചെടുക്കണം അല്ലേ? മടീനോട് പറയണം പോവാൻ. എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ സെറ്റാക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം എൻ്റെ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നാളെ പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് പോകുന്ന എല്ലാ മക്കൾക്കും മിസ്സിൻ്റെ ആശംസകൾ നേരെയാണ്. അടിപൊളിയായിട്ട് പഠിക്കും കേട്ടോ എല്ലാവരും.